നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴത്തിൽ മന്ത്രിസഭയിൽ പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം. 72-അംഗ മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റത്. 30 ക്യാബിനറ്റ് മന്ത്രിമാരാണ് മൂന്നാം മോദി മന്ത്രിസഭയിലുള്ളത്. 6 പേർക്ക് സ്വതന്ത്ര ചുമതല, 36 പേർ സഹമന്ത്രിമാർ. 12 മന്ത്രിപദങ്ങൾ ഘടകകക്ഷികൾക്ക് നീക്കിവെച്ചു. മുതിർന്ന BJP നേതാവ് രാജ്നാഥ് സിംഗ് ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശേഷം രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്തത്. അമിത് ഷാ, നിതിൻ ഗഡ്കരി, ശിവരാജ് സിംഗ് ചൗഹാൻ, നിർമ്മല സീതാരാമൻ, S ജയശങ്കർ, മനോഹർ ലാൽ ഖട്ടാർ, BJP അധ്യക്ഷൻ JP നഡ്ഡ, JDS നേതാവ് HD കുമാരസ്വാമി, പീയൂഷ് ഗോയൽ, ധർമ്മേന്ദ്ര പ്രധാൻ, HAM നേതാവ് ജിതൻ റാം മാഞ്ചി, രാജീവ് രഞ്ജൻ സിംഗ്, സർബാനന്ദ സോനോവാൾ, വീരേന്ദ്ര കുമാർ, TDPയുടെ കിഞ്ചരാപ്പു രാംമോഹൻ നായിഡു, പ്രഹ്ലാദ് ജോഷി, ജുവൽ ഓറം എന്നിവരാണ് ക്യാബിനറ്റ് പദവിയോടെ മോദി മന്ത്രിസഭയിൽ അംഗമാകുന്നത്. ഇതിൽ മുൻ ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി, ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, മന്ത്രിമാരായ പീയൂഷ് ഗോയൽ, ധർമ്മേന്ദ്ര പ്രധാൻ, സർബാനന്ദ സോനോവാൾ, പ്രഹ്ലാദ് ജോഷി, ഗിരിരാജ് സിംഗ്, അശ്വിനി വൈഷ്ണവ്, ജ്യോതിരാദിത്യ സിന്ധ്യ, അന്നപൂർണ ദേവി, കിരൺ റിജിജു, ഹർദീപ് സിംഗ് പുരി, മൻസുഖ് മാണ്ഡവ്യ, G കിഷൻ റെഡ്ഡി എന്നിവരാണ് മോദി ടീമിൽ ഇത്തവണയും ഉൾപ്പെട്ട നേതാക്കൾ. ഒന്നാം മോദി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായും രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് BJP അധ്യക്ഷനുമായ JP നഡ്ഡയാണ് മൂന്നാം ഊഴത്തിലെ പ്രധാന മാറ്റങ്ങളിലൊന്ന്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, മനോഹർ ലാൽ ഖട്ടാർ, JDS നേതാവ് HD കുമാരസ്വാമി, HAMന്റെ ജിതൻ റാം മാഞ്ചി, JDU നേതാവ് ലാലൻ സിംഗ്, TDP നേതാവ് കിഞ്ചരാപ്പു രാംമോഹൻ നായിഡു, RLD നേതാവ് ജയന്ത് ചൗധരി, ജുവൽ ഓറം, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, പ്രതാപ റാവു ഗണപതി റാവു ജാദവ് എന്നിവരാണ് ക്യാബിനറ്റ് പദവിയുള്ള പ്രമുഖ പുതുമുഖങ്ങൾ. കേരളത്തിൽ നിന്നുള്ള ആദ്യ BJP ലോക്സഭാംഗമായ സിനിമാ താരം സുരേഷ് ഗോപിയും BJP നേതാവും ന്യൂനപക്ഷ കമ്മീഷൻ മുൻ അംഗവുമായ ജോർജ് കുര്യനും മോദി സർക്കാരിൽ ഭാഗമാണ്. സഹമന്ത്രി സ്ഥാനമാണ് ഇരുവർക്കും നൽകിയിരിക്കുന്നത്. 1-2 മോദി മന്ത്രിസഭകളിൽ സുപ്രധാന ചുമതലകൾ വഹിച്ച സ്മൃതി ഇറാനി മൂന്നാം ഊഴത്തിൽ മോദി ടീമിൽ ഉൾപ്പെട്ടിട്ടില്ല. 2019 അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി BJPയുടെ കുന്തമുനയായി മാറിയ സ്മൃതി വനിതാ ശിശുക്ഷേമ വകുപ്പുൾപ്പെടെ സുപ്രധാന വകുപ്പുകൾ ആയിരുന്നു കൈയാളിയത്. എന്നാൽ ഇത്തവണ അമേഠിയിൽ 1.6 ലക്ഷം വോട്ടിന് കോൺഗ്രസിലെ കിഷോരി ലാൽ ശർമ്മയോട് പരാജയപ്പെട്ടിരുന്നു. അനുരാഗ് ഠാക്കൂർ ആണ് ഇത്തവണ പുറത്തുപോയ മറ്റൊരു പ്രമുഖ വ്യക്തിത്വം. ഹിമാചൽ പ്രദേശിലെ ഹാമിർപൂർ മണ്ഡലത്തിൽ നിന്ന് ഠാക്കൂർ തുടർച്ചയായ 5ാം തവണയും വിജയിച്ചു. 1,82,357 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തന്റെ തൊട്ടടുത്ത കോൺഗ്രസ് എതിരാളി സത്പാൽ റൈസാദയെ പരാജയപ്പെടുത്തിയായിരുന്നു ഠാക്കൂറിന്റെ 5ാം ഊഴം. തിരുവനന്തപുരത്ത് ശശി തരൂരിനോട് പരാജയപ്പെട്ട രാജീവ് ചന്ദ്രശേഖരനും ഇത്തവണ മോദി സർക്കാരിൽ ഇടം ലഭിച്ചില്ല. രണ്ടാം മോദി മന്ത്രിസഭയിൽ ഇലക്ട്രോണിക്സ്, ഇൻഫർമേഷൻ ടെക്നോളജി, നൈപുണ്യ വികസനം, സംരംഭകത്വം എന്നീ മന്ത്രാലയങ്ങളുടെ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു അദ്ദേഹം. പർഷോത്തം രൂപാലയ്ക്കും ഇത്തവണ അവസരം ലഭിച്ചില്ല. 2021 മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ശേഷം ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം മന്ത്രിയായിരുന്നു അദ്ദേഹം.